2026 ജൂലൈ 28 സിറാജ് എഡിറ്റോറിയൽ. പരിശോധനയുടെ പേരിൽ പ്രവാസികളെ അപമാനിക്കരുത്. കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ വന്നിറങ്ങുന്നവരിലേറെയും ഗൾഫ് നാടുകളിൽ നിന്നും മറ്റും വിയർപ്പൊഴുക്കി അധ്വാനിച്ച് തിരിച്ചെത്തുന്ന സാധാരണക്കാരായ പ്രവാസികളാണ്. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ ഇവർ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ വിമാനത്താവളത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്ന് പലപ്പോഴും നേരിടേണ്ടി വരുന്നത് കുറ്റവാളികളോടെന്ന മട്ടിലുള്ള പെരുമാറ്റമാണ്. ഇതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് അടുത്ത ദിവസം ദുബൈയിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ കാസർഗോഡ് സ്വദേശിയായ IT ഉദ്യോഗസ്ഥന് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അടിവസ്ത്രം വരെ അഴിപ്പിച്ച് പരിശോധന നടത്തുകയും കടുത്ത മാനസിക പീഡനത്തിനിരയാക്കുകയും ചെയ്തതായി മുഖ്യമന്ത്രിക്കും കസ്റ്റംസ് കമ്മീഷണർക്കും മനുഷ്യാവകാശ കമ്മീഷനുകൾക്കും നൽകിയ പരാതിയിൽ ഈ പ്രവാസി സുഹൃത്ത് പറയുന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് വിമാനത്താവളങ്ങളിലും രാജ്യത്തെ ഇതര ഭാഗങ്ങളിലും സുരക്ഷാ പരിശോധനയുടെ പേരിലുള്ള പീഡനങ്ങളെക്കുറിച്ച് പരാതി ഉയർന്നിട്ടുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സ്വർണ്ണക്കടത്ത് സംശയത്തിൽ ഉദ്യോഗസ്ഥർ അതിരുവിട്ട പരിശോധനയും സ്വർണം ലഭിക്കാതെ വരുമ്പോൾ മാനസികമായി പീഡിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യം ചെയ്യലും നടത്തുന്നതായി പ്രവാസി സംഘടനകൾ വ്യോമയാന കേന്ദ്രത്തിന് പരാതി നൽകിയിരുന്നു. 2017 കൊച്ചി വിമാനത്താവളത്തിൽ ഇൻഡിഗോ വിമാനത്തിൽ യാത്ര ചെയ്യാനെത്തിയ യുവതിയോട് സുരക്ഷാ പരിശോധനയുടെ പേരിൽ വസ്ത്രങ്ങളും സാനിറ്ററി പാഡുമടക്കം അയച്ചുമാറ്റാൻ ആവശ്യപ്പെട്ടത് വാർത്താപ്രാധാന്യം നേടിയ സംഭവമാണ്. ആർത്തവവേളയിലായിരുന്ന യുവതി ശക്തമായി എതിർത്തെങ്കിലും ഒടുവിൽ അപമാനകരമായ രീതിയിൽ പരിശോധന നേരിടേണ്ടി വന്നു. സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്നുകടത്ത്, വിദേശ നാണയ വിനിമയ ലംഘനം, ഭീകരപ്രവർത്തനം തുടങ്ങിയവ പ്രതിരോധിക്കാൻ വിമാനത്താവളങ്ങളിൽ പരിശോധനയ്ക്ക് കസ്റ്റംസ്, എമിഗ്രേഷൻ, സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിയമം അനുവാദം നൽകിയിട്ടുണ്ട്. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഇത്തരം പരിശോധനകൾ ആവശ്യവുമാണ്. സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർക്ക് ലഗേജും യാത്രക്കാരനെയും പരിശോധിക്കേണ്ടി വരും. രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ നിന്ന് വൻതോതിൽ സ്വർണവും മയക്കുമരുന്നും പിടികൂടുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും. ഈ അധികാരം പക്ഷേ പൗരൻ്റെ സ്വകാര്യത, അന്തസ്സ് തുടങ്ങി ഭരണഘടന ഉറപ്പു നൽകുന്ന മനുഷ്യാവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാകണം. ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള അവകാശം മാത്രമല്ല, വ്യക്തിയുടെ അന്തസ്സും ഉറപ്പു നൽകുന്നുണ്ട്. സ്വകാര്യത സുപ്രീംകോടതി മൗലികാവകാശമായി അംഗീകരിച്ചതാണ്. ഈ സാഹചര്യത്തിൽ അനിവാര്യമായ ഘട്ടത്തിൽ യുക്തിസഹമായി മാത്രമേ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ പരിശോധന നടത്താവൂ. പരിശോധനയ്ക്ക് അധികാരമുള്ള ഉദ്യോഗസ്ഥൻ എന്നതുകൊണ്ട് ആരെയും അപമാനിക്കാനുള്ള അവകാശം നിയമം നൽകുന്നില്ല. കുറ്റവാളിയെ കണ്ടെത്തലാണ് പരിശോധനയുടെ ലക്ഷ്യം, നിരപരാധിയെ അപമാനിക്കലല്ല. സംശയത്തിൻ്റെ പേരിൽ ഒരാളെ നഗ്നനാക്കുകയോ പരിഹസിക്കുകയോ മാനസികമായി പീഡിപ്പിക്കുകയോ അനാവശ്യമായി മണിക്കൂറുകളോളം തടഞ്ഞുവെക്കുകയോ ചെയ്യുന്നത് മനുഷ്യാവകാശ ലംഘനവും ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്തയ്ക്ക് നിരക്കാത്തതുമാണ്. യാത്രക്കാരൻ്റെ മാന്യത സംരക്ഷിച്ചായിരിക്കണം ഏതു പരിശോധനയും. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും പഴയ CRPC കസ്റ്റംസ് ആക്ടും അനുസരിച്ച് ഒരു വ്യക്തിയെ വിശദമായി പരിശോധനയ്ക്ക് വിധേയനാക്കുമ്പോൾ വ്യക്തമായ ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. പരിശോധന മറ്റുള്ളവരുടെ കണ്ണിൽപ്പെടാത്ത സ്വകാര്യ മുറിയിൽ വെച്ച് മാത്രമായിരിക്കണം. സ്ത്രീകളെ വനിതാ ഉദ്യോഗസ്ഥർ മാത്രമേ പരിശോധിക്കാവൂ. വ്യക്തിപരമായ സംശയത്തിൻ്റെ പേരിൽ വസ്ത്രങ്ങൾ അഴിപ്പിച്ച് പരിശോധിക്കരുത്. അതിന് തക്ക കാരണം വേണം. വിമാനത്താവളങ്ങളിൽ പലപ്പോഴും ചില ഉദ്യോഗസ്ഥർ നിയമപരമായ ഈ നടപടിക്രമങ്ങളൊന്നും പാലിക്കുന്നില്ല. ആധുനിക സാങ്കേതികവിദ്യ വളരെയേറെ വളർന്ന ഇന്നത്തെ സാഹചര്യത്തിലും വസ്ത്രം അഴിച്ചുമാറ്റി പരിശോധന തുടരുന്നത് കസ്റ്റംസിൻ്റെയും സുരക്ഷാ ഏജൻസികളുടെയും സർക്കാരിൻ്റെയും കഴിവുകേടിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ലോകത്തെ മുൻനിര വിമാനത്താവളങ്ങളിലെല്ലാം ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ചുവെച്ച വസ്തുക്കൾ കണ്ടെത്താൻ സഹായിക്കുന്ന ഹോൾ ബോഡി സ്കാനറുകളുടെയും മില്ലിമീറ്റർ വേവ് ടെക്നോളജിയുടെയും സഹായത്തോടെയാണ് ദേഹപരിശോധനകൾ നടത്തുന്നത്. ഇന്ത്യയിൽ ഡൽഹി, മുംബൈ, ബാംഗ്ലൂരു, കൊച്ചി തുടങ്ങിയ ചില പ്രമുഖ വിമാനത്താവളങ്ങളിൽ മാത്രമാണ് നിലവിൽ ഈ സംവിധാനമുള്ളത്. അതും പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടേയുള്ളൂ. പരിശോധനയുടെ പേരിലുള്ള പീഡനങ്ങളും പ്രാകൃത പരിശോധനാ രീതിയും ഇനിയും ആവർത്തിക്കാനിട വരരുത്.
യാത്രാക്ഷീണത്തോടെ കുടുംബത്തെ കാണാനുള്ള ആകാംക്ഷയുമായി വിമാനത്താവളങ്ങളിൽ വന്നിറങ്ങുന്ന പ്രവാസി ഉദ്യോഗസ്ഥരുടെ അപമാനകരമായ പെരുമാറ്റവും കൂടിയാകുമ്പോൾ മാനസികമായി പാടെ തളർന്നു പോകും. കണ്ണൂർ വിമാനത്താവള സംഭവത്തിൽ CCTV ദൃശ്യങ്ങളുടെയും ഡ്യൂട്ടി രേഖകളുടെയും പരാതിക്കാരൻ്റെയും ഉദ്യോഗസ്ഥരുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം നടത്തി വസ്തുത കണ്ടെത്തേണ്ടതുണ്ട്. ഒരു സ്വതന്ത്ര സമിതിയായിരിക്കണം അന്വേഷണം നടത്തേണ്ടത്. പരാതി ശരിയെങ്കിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. പ്രവാസികൾ രാജ്യത്തിനു നൽകുന്ന സാമ്പത്തിക സംഭാവനകളെക്കുറിച്ച് വാചാലരാകുന്ന ഭരണകൂടം അവരെ സംശയത്തിൻ്റെ കണ്ണിലൂടെ നോക്കിക്കാണുന്ന സമീപനം തിരുത്തുകയും വേണം.